നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SBI യോനോയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഇനി മുതൽ SBI യോനോ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അത് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. ആദ്യം തന്നെ നിങ്ങൾ SBI യോനോയുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു പുതിയൊരു വേർഷൻ ഇങ്ങനെ ലഭിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക. അതായത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഇനി മുതൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് SBI യോനോ. അതിനു വേണ്ടി നമ്മൾ അത് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ ലോഗിൻ ചെയ്യുക. നോർമലായിട്ട് എംപിൻ അല്ലെങ്കിൽ യൂസർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ എംപിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിന് ശേഷം ഹോം പേജിൽ സർവീസ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ എനേബിൾ ഓർ ഡിസേബിൾ ബയോമെട്രിക് ഫോർ യോനോ ആക്സസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ മുകളിലായിട്ട് എനേബിൾ ഓർ ഡിസേബിൾ ടച്ച് ID authentication എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു മെസ്സേജ് വരുന്നതാണ്. ആ മെസ്സേജ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പെങ്കിൽ ഇങ്ങനൊരു എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മൊബൈലിൽ കാണിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ബയോമെട്രിക് ആയിട്ട്, അതായത് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫിംഗർ പ്രിൻ്റ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളതായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പെങ്കിൽ നമ്മുടെ ബയോമെട്രിക് ഫങ്ഷനാലിറ്റി ഡിസേബിൾ ആയിട്ടായിരിക്കും നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് കിടക്കുന്നത്. സെറ്റിങ്സ് ബയോമെട്രിക് അതായത് ഫിംഗർ ID ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നത് അത് എനേബിൾ ആക്കുകയും ചെയ്യണം. ഞാൻ ആദ്യം തന്നെ സെറ്റിങ്സിൽ പോയി ഫിംഗർ ID ഓപ്പൺ ചെയ്ത് അവിടെ ഞാൻ സെറ്റിങ്സ് എനേബിൾ ആക്കിയതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തപ്പം ഇങ്ങനെ മെസ്സേജ് വന്നു. എന്നോട് പറഞ്ഞു കൺഫേം ചെയ്യാൻ ഫിംഗർ ID, അതായത് താഴെ നമ്മൾ ഏത് ഫിംഗറാണോ ഉപയോഗിക്കുന്നത് ആ ഫിംഗർ താഴെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതായത് ഫിംഗർ സ്കാൻ ചെയ്യുന്നിടത്ത്. ഫിംഗർ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നു. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റാണ് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ സാധിക്കും ടച്ച് ID ഹാസ് ബീൻ എനേബിൾഡ്. ഇത് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ എനേബിൾ ആക്കിയിട്ടുണ്ട് ബയോമെട്രിക് സ്കാനിങ് സംവിധാനം. തീർച്ചയായിട്ടും അങ്ങനെ ചിലവരുടെയെങ്കിലും മൊബൈലിൽ അങ്ങനെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നുകിൽ മൊബൈലിൽ സ്കാനിങ് സംവിധാനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ ഫിംഗർ ID സ്കാനിങ് എനേബിൾ ആക്കിയതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക. ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് എനേബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ലോഗ് ഔട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊന്ന് വ്യൂ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വ്യൂ ബാലൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫിംഗർ വെക്കാൻ പറയുന്നുണ്ട്, ഫിംഗർ സ്കാൻ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഫിംഗർ പ്രിൻ്റ് റിക്കഗ്നൈസ്ഡ്, ഞാൻ ഫിംഗർ വെച്ചപ്പോഴത്തേനും ഫിംഗർ പ്രിൻ്റ് റിക്കഗ്നൈസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ബാലൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ക്വിക്ക് പേ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ക്വിക്ക് പേ ഇതും ഫിംഗർ പ്രിൻ്റ് റിക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്വിക്ക് പേയുടെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനുമാണ് അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി വരികയുള്ളൂ. ലോഗിൻ ചെയ്യണമെങ്കിൽ ബയോമെട്രിക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ആക്സസിങ് പെർമിഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഈ ബയോമെട്രിക് സംവിധാനം എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ഇതുപോലെയുള്ള പുതിയ SBI യോനോ റിലേറ്റഡ് ടോപ്പിക്സിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.